നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കി തുടങ്ങിയതോടുകൂടി ഭായിമാർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന റോഹിംഗ്യ മുസ്ലിം അടക്കമുള്ള കുടിയേറ്റക്കാർ ഭീതിയിലാണ്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ജാർഖണ്ഡ് കോടതി. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികളെ തിരിച്ചറിയാനും അവർക്കെതിരെ നടപടിയെടുക്കാനും നാടുകടത്താനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയതോടെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതുകൂടിയാണ് കോടതിയുടെ ഈ നിലപാട്. ബുധനാഴ്ച ഡാനിയൽ ഡാനിഷിന്റെ ഹർജി പരിഗണിച്ച ശേഷമാണ് ജസ്റ്റിസ് സുജിത് നാരായണൻ പ്രസാദ്, ജസ്റ്റിസ് AK റായ് എന്നിവരുടെ ബെഞ്ച് ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിലെ നിരോധിത സംഘടനകൾ ചേർന്ന് ജാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസി പെൺകുട്ടികളെ ആസൂത്രിതമായി വിവാഹം കഴിച്ച് മതം മാറ്റുകയാണെന്ന് ഡാനിയൽ ഡാനിഷിന്റെ ഹർജിയിൽ പറയുന്നു. ഇത് തടയേണ്ടത് അനിവാര്യമാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സന്താൽ പർഗാന ജില്ലകളിലെ മദ്രസകളിൽ പെട്ടെന്നുള്ള വർധനവുണ്ടായെന്നും പറയപ്പെടുന്നു. പുതിയതായി 46 മദ്രസകളുണ്ട്. ഈ മദ്രസകളിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ ഭൂമിയും കൈവശപ്പെടുത്തുന്നു. എത്ര ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിഞ്ഞു, എത്ര പേരെ തടഞ്ഞു, അവരെ തിരിച്ചയക്കാൻ എന്ത് ശ്രമങ്ങൾ നടന്നു തുടങ്ങിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.